പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ അല്ലു അർജുനെ വിടാതെ ഹൈദരാബാദ് പോലീസ്. അല്ലു അർജുൻ വരുന്നതുവരെ തിരക്ക് നിയന്ത്രണത്തിലായിരുന്നു. നടന്റെ സുരക്ഷാ ജീവനക്കാരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അപകടമുണ്ടായ സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കൂടുതൽ വിവരങ്ങൾ KB ശ്രീധരൻ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അല്ലു അർജുനെ തുടക്കം മുതൽ പോലീസ് വിടാതെ പിന്തുടരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ അറസ്റ്റായിരുന്നു ആരാധകരെ ഞെട്ടിച്ചത്. ഇപ്പോഴത്തെ CCTV ദൃശ്യങ്ങളിൽ അത്തരത്തിലൊരു സുരക്ഷാ ലംഘനം ഉണ്ടായി. അതിന് കാരണക്കാർ സെക്യൂരിറ്റി ജീവനക്കാരാണ് അല്ലു അർജുന്റെ എന്നും പറയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ, ശ്രീധരൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ പുഷ്പ 2വുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം എന്ന രീതിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയമസഭയിൽ വെച്ച് തന്നെ അല്ലു അർജുന് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള തരത്തിൽ സംസാരിച്ചു. അതുപോലെ തന്നെ AIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും അക്ബറുദ്ദീൻ ഒവൈസിയും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ സംസാരിച്ചു. അത് വലിയ തർക്കത്തിനൊക്കെ ഇടയാക്കി. ഏതായാലും അതിന് പിന്നാലെയാണ് അല്ലു അർജുൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലു അർജുൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് താൻ പിറ്റേ ദിവസമാണ് ഈ അപകടത്തിന്റെ വിവരം അറിഞ്ഞത്. അതായത് ഈ യുവതി മരിച്ച വിവരം അറിഞ്ഞത്. പോലീസ് തന്റെ അടുത്ത് വന്നിട്ടില്ല, റോഡ് ഷോ നടത്തിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ ഇതിനെയൊക്കെ ഖണ്ഡിക്കുകയാണ് ഹൈദരാബാദ് പോലീസ് ഇന്നലെ പ്രത്യേക വാർത്താ സമ്മേളനം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് ഉണ്ടായത്. അതായത് ഈ ദൃശ്യങ്ങളിൽ, അതായത് പോലീസ് കളക്ട് ചെയ്ത ദൃശ്യങ്ങളിലൊക്കെ റോഡ് ഷോ ആയി അല്ലു അർജുൻ വരുന്നത് കൃത്യമായിട്ട് കാണാം. അതായത് കാറിന്റെ സൺറൂഫ് മാറ്റി ഉയർത്തി ആളുകളെയൊക്കെ പുറത്തേക്ക് വന്ന ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്താണ് അല്ലു അർജുൻ നീങ്ങുന്നത്. തൊട്ടു മുൻപ് ഏതാണ്ട് 9 മണിയോട് കൂടി സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം നിയന്ത്രണത്തിൽ തന്നെയാണ്. അല്ലു അർജുൻ 9:35 എത്തുന്നത്. അതുമുതൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അതുപോലെ ഈ ബൗൺസർമാർ, സുരക്ഷാ ജീവനക്കാർ തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ച മുതൽ തന്നെ ഏതാണ്ട് 50ഓളം സുരക്ഷാ ജീവനക്കാർ അല്ലു അർജുന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കിയ ആളുകളെ തള്ളി മാറ്റിയോടുകൂടിയാണ് നിയന്ത്രണം കൈവിട്ട് പോയത്. തുടർന്ന് പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ആളുകൾ ചിതറി ഓടിയതോടെയാണ് ഈ രേവതി എന്ന യുവതി താഴെ വീഴുകയും പിന്നീട് അവർ മരിക്കുകയും. FIR റദ്ദാക്കണം, തനിക്കെതിരെ കേസ് പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഈ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് തുടർ നടപടികൾ എന്തായിരിക്കും? എന്തെങ്കിലും നിയമ നടപടികൾ അല്ലു അർജുൻ സ്വീകരിക്കേണ്ടതായി വരുമോ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ തുടക്കം തന്നെ അല്ലു അർജുന് എതിരായിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഹൈദരാബാദ് പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ തിയേറ്ററിൽ ഉള്ളിൽ വെച്ച് ഈ വിവരങ്ങളൊന്നും താൻ അറിഞ്ഞില്ല എന്ന് അല്ലു അർജുൻ വാദിക്കുന്നു. എന്നാൽ 11:30 കൂടി തന്നെ ഈ വിവരങ്ങൾ, അതായത് 2 മണിക്കൂർ സിനിമ തുടങ്ങി 2 മണിക്കൂർ പിന്നീട് മുൻപ് തന്നെ യുവതി മരിച്ച വിവരം ACP നേരിട്ട് അല്ലു അർജുനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അല്ലു അർജുൻ പറഞ്ഞ മറുപടി സിനിമ കഴിഞ്ഞിട്ടേ താൻ പുറത്തിറങ്ങുന്നുള്ളൂ എന്നുള്ളതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ജാമ്യാപേക്ഷ, അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യാപേക്ഷ വളരെ ശക്തമായി തന്നെയാണ് പ്രോസിക്യൂട്ടർ എതിർത്തത്. ഹൈക്കോടതിയിലും അതുപോലെ തന്നെ താഴെയുള്ള നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലുമൊക്കെ. പക്ഷേ കോടതി ചില കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മനഃപൂർവ്വമല്ലാത്ത തരഹത്യാ കുറ്റം ഇതിലൊക്കെ നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ കോടതി ചോദിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങൾ സഹിതം അന്ന് പോലീസിന് കാര്യമായിട്ട് പ്രതിരോധം തീർക്കാനായില്ല. അതിനെ തുടർന്നാണ് അല്ലു അർജുന് ജാമ്യം അനുവദിക്കുന്നത്, 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന രീതിയിലേക്കൊക്കെ പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കത്തുകൂടി പോലീസ് പറയുന്നുണ്ട്. അല്ലു അർജുനോട് റോഡ് ഷോയായി അവിടേക്ക് പോകരുത് എന്ന് തങ്ങൾ അറിയിച്ചതായിട്ടുള്ള പോയി എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം.
ശ്രീധരന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ അല്ലു അർജുൻ അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല എന്ന് തോന്നുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അല്ലു അർജുൻ ആരാധകർ ഇളവൊന്നും വേണ്ട. പക്ഷെ സംഭവം ഇതാണ്, CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടല്ലോ. അതിൽ കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ്. നേരത്തെ ഉണ്ടായിരുന്ന വാദങ്ങളൊക്കെ പൊളിയുന്ന രീതിയിലാണ് CCTV ദൃശ്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രീധരന് നല്ല ദിവസമായിരിക്കുന്നു, അല്ലു അർജുൻ നല്ല ദിവസമായിരിക്കട്ടെ അല്ലേ.